പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഈ ഭിന്നസംഖ്യകളുടെ ഫ്രാക്ഷൻ്റെ ഗുണനവും ഹരണവും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അത് വളരെ എളുപ്പമാണ്. ഈ കൂട്ടണ ഈ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല, വളരെ എളുപ്പമാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ 1/2 ഗുണിക്കണം 1/2 1/2 ഇൻറ്റു 1/2. ഇവിടെ ഭിന്നസംഖ്യകളുടെ ഗുണനം എന്ന് പറഞ്ഞാൽ നേരെ ഗുണിക്കുകയാണ്, ഒന്നും നോക്കണ്ട, നേരിട്ട് ഗുണിക്കുക. അപ്പോൾ 1 1 2 2 4 ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, നേരിട്ട് ഗുണിക്കുക. അതവിടെ ഒരു സംഖ്യയാണ് ഉള്ളതെങ്കിൽ ആ സംഖ്യ മുകളിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 1 മാത്രമാണെങ്കിൽ 1 1, ഇവിടെ അല്ലെങ്കിൽ /2. അപ്പോൾ ഇവിടെ 1/2. അപ്പോൾ അംശവും ഛേദവും ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക. 1 1 2 2 4 ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. 1 1 2 2 4. ഇനി അടുത്ത് നോക്കള് 1 1/4 ഇൻറ്റു 1 1/2. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം ഭിന്നം മാറ്റണം. 1 4 4 4ഉം 1ഉം 5 ബൈ ഛേദം തന്നെ ഡിനോമിനേറ്റർ തന്നെ ഈ 4 തന്നെ 4 ഇൻറ്റു 1 2 2 2ഉം 1ഉം 3 ബൈ 2. നേരത്തെ നമ്മൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും മാറ്റി അതേപോലെ മാറ്റാം. 1 2 2 എന്നിട്ട് ഈ 1 കൂട്ടണം 3/2 ഇതേ ഡിനോമിനേറ്റർ. ഇനി നേരിട്ട് വിളിക്കുക, ഒരു പ്രശ്നമില്ല. 5 3 15 4 2 8. ഇതിനെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മോർ ദാൻ 1 ആണ്, ഒന്നിനേക്കാൾ കൂടുതലാണ്. മുകളിൽ വലുതും അടിയിൽ ചെറുതുമാണ്. അപ്പോൾ 8ൽ 8 എന്ന് പറയുമ്പോൾ എന്തായി? 1 ആയി. അതാ 15ൽ എത്ര 8 ഉണ്ട്? 1 8. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 7 ഉണ്ട്. ഇവിടെ 16 ആയാൽ 2 ആവുമായിരുന്നു. 16 8ൽ 8ഉം പിന്നെ 8ൽ 8ഉം വരുമായിരുന്നു. 16 ആയാലും 16ൽ എത്ര 8 ഉണ്ട്? 2 8 വരുമായിരുന്നു. ഇവിടെ 15 ഉള്ളൂ. അപ്പോൾ 1ഉം ബാക്കി 7/8 1/7/8. അതേപോലെ ഇതേമാതിരി ഇത് ചെയ്യണ്ടേ, നേരിട്ട് വിളിക്കുക. 5 6 30 ബൈ 8 7 56 ഉണ്ടാവും. 30/56. ഇത് നമുക്ക് ചെറുതാക്കാം. ഇത് ലെസ് ദാൻ 1 മോർ ദാൻ 1 അല്ല. കാരണം എന്താ? ലെസ് ദാൻ 1 ആണ്. കാരണം അംശം ചെറുതും ഛേദം വലുതുമാണ്. ഇതിനെ ചെറുതാക്കട്ടോ, 2 കൊണ്ട് ചെറുതാക്കാം. 30 15 2 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഹരിക്കണം. 56 28 2. ഇനി ചെറുതാക്കാൻ കഴിയില്ല, കാരണം 28ലും 15ലും പോണ സംഖ്യയില്ല. ഇനി അടുത്ത് അപ്പോൾ ഇതാണ് ഗുണനം, നേരിട്ട് ഗുണിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ചെറുതാക്കണോ മാറ്റണോ നോക്കിയാൽ ഇതേപോലെ ചെറുതാക്കണോ അല്ലെങ്കിൽ മാറ്റണോ നോക്കിയാൽ മതി, നേരിട്ട് ഗുണിക്കുക. ഇനി ഹരണം നോക്കിയെങ്കിൽ ഹരണത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഹരണം എന്ന് കേൾക്കുമ്പോൾ, ഡിവിഷൻ എന്ന് കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഓർമ്മിക്കണേ റെസിപ്രോക്കൽ. അതിൻ്റെ അർത്ഥമാണ് വ്യുൽക്രമം. അഥവാ രണ്ടാമത്തെ സംഖ്യയെ തല തിരിച്ചിട്ടിട്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സംഖ്യയെ തല തിരിച്ചിട്ടിട്ട് ഗുണിക്കണം കേട്ടോ. ഇവിടെ 1/2 ഇൻറ്റു 1/2. അരയിൽ എത്ര അരയുണ്ട്? അരയിൽ എത്ര അരയുണ്ട്? ഒരരയല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കുക, നമ്മൾ ചെയ്ത് നോക്കുക, 1 കിട്ടുമോ നോക്കുക. അപ്പോൾ 1/2 തന്നെ എഴുതും. 1/2 തന്നെ എഴുതുക. ഈ ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കുക. എന്നിട്ട് ഈ 1/2നെയാണ് തല തിരിച്ചിടേണ്ടത്. ഈ 1/2നെ തല തിരിച്ചിടണം. അപ്പം അങ്ങനെ വരും 2/1. കണ്ടോ? രണ്ടാമത്തതിനെ തല തിരിച്ചിട്ടിട്ട് ഗുണിക്കുക വേണ്ടി. ഹരിക്കണേന് പകരം ഗുണിക്കുക. ആ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമത്തതിനെ തല തിരിച്ചിട്ട്, അഥവാ റെസിപ്രോക്കൽ കാണണം, വ്യുൽക്രമം കാണണം. നമ്മൾ ഗുണിക്കുക. 1 2 2 2 1 2 2/2. 2ൽ 2ഉം തന്നെ എത്രയാണ്? 2ൽ 2ഉം തന്നെ 1 മുഴുവൻ അല്ലേ? അതേപോലെ അടുത്ത് നോക്കി 3/4. ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കി. നീ 1/4 എന്ത് ചെയ്യണം? തല തിരിച്ചിടണം. ഇത് 3/4. 3/4 എത്ര കാലുണ്ടാവും? 3/4 3 കാലല്ല, 3 കാലാണ് 3/4. അപ്പം 3 ആൻസർ കിട്ടണം. ഈ 1/4 എന്ത് ചെയ്യണം? തല തിരിച്ചിടുമ്പോൾ 4/1. 3 4 12/4 1
4. ഇത്രേ ഉള്ളൂ. ഈ 12ൽ എത്ര 4 ഉണ്ട്? 12ൽ എത്ര 4 3. 3 ആൻസർ കിട്ടിയില്ലേ? 3/4 എത്ര കാലുണ്ട്? 3 കാല്. അടുത്ത് നോക്കി 3.5 ഹരിക്കണം 1.5. 3.5 ഹരിക്കണം 1.5. അപ്പോൾ ആദ്യം 3.5 നമ്മൾ ഭിന്നം മാറ്റണം. 3 2 6. 6ഉം 1ഉം 7 ഈ ഡിനോമിനേറ്റർ 2 ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാണ്. ആദ്യം നമ്മൾ തന്നെ എഴുതുക. ഒരു 2 2 2ഉം 1ഉം 3/2. ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കിയില്ല കേട്ടോ. ഇവിടെ ഹരിക്കണം തന്നെയാണ്, തല തിരിച്ചിട്ടിട്ടില്ല. ഒരു 2 2 2 1 3 3/2. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് 7/2 അതേപോലെ എഴുതി. ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കി. 3/2 തല തിരിച്ചിടുമ്പോൾ 2/3. 3/2 റെസിപ്രോക്കൽ കാണാം, വിൽക്രമം കാണാം. ഇനി ഗുണിക്കുക. 7 2 14 2 3 6. ഇനി ഇപ്പോൾ 14/6 ആൻസർ കിട്ടി. ഇത് മോർ ദാൻ 1 ആണ്, ഒന്നിനേക്കാൾ കൂടുതലാണ്. 14ൽ എത്ര 6 ഉണ്ട്? 2 6 12. ബാക്കി 2 2/6 കിട്ടും. അതിനെ വീണ്ടും ചെറുതാക്കുകയാണെങ്കിൽ 2 1/2. 2ൽ ഒരു 2, 6ൽ 3 2 2 1/3 കിട്ടും. ഇതേപോലെയാണ് അടുത്ത കണക്കും ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക? 5 5 25. 25ഉം 4ഉം 29. ബൈ ഏതന്നെ ഡിനോമിനേറ്റർ തന്നെ 5 ഹരിക്കണം ഒരു 4 4. 4ഉം 1ഉം 5/4. അടുത്ത സ്റ്റെപ്പ് 29/5 ഒന്നും ആക്കണ്ട, അതേപോലെ എഴുതണം. എന്നിട്ട് ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കുക. 5/4 ആണ് റെസിപ്രോക്കൽ കാണേണ്ടി, വിൽക്രമം കാണേണ്ടി. അപ്പോൾ 4/5. ഇനി ഇങ്ങനെ 29നെ 4 കൊണ്ട് ഗുണിച്ച് 5നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ പിന്നെ അതിനെ ഭിന്നസംഖ്യ മാറ്റി എഴുതിയാൽ, ഹരിച്ച് മാറ്റി എഴുതിയാൽ എന്തായി? ആൻസറായി. ഇതേപോലെയാണ് ഭിന്നസംഖ്യകളുടെ ഗുണനവും ഹരണവും. അപ്പം ഭിന്നസംഖ്യകൾ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ ഈ 4ഉം കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ്സോട് കൂടി എല്ലാവരും അറിയണം.